എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചന്ദ്രജ എടത്തൊടി. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, ലീവ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഫോൾ സീസണാണ് ഇപ്പോൾ. സോ മെല്ലെ മഞ്ഞ കളറും പിന്നെ ചുമന്ന കളറുമായിട്ട് അതെല്ലാം കൊഴിഞ്ഞു പോകും ഇലകളെല്ലാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലഘു വ്യായാമം അഥവാ വാമിംഗ് അപ്പ് എക്സസൈസിനെ കുറിച്ചാണ്. വാമിംഗ് അപ്പ് എക്സസൈസിൽ ലഘു വ്യായാമം പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ചെറിയായ രീതിയിലുള്ള ഒരു വ്യായാമം നൽകുകയും ശരീരത്തിന് മുഴുവൻ ഊർജ്ജസ്വലരാക്കുകയും ചെയ്യുന്നു. എല്ലാ പേശികൾക്കും വ്യായാമം കിട്ടുന്നത് വഴി അവയെല്ലാം ഒന്ന് സ്ട്രെച്ച് ആവുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ യോഗയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു വാമിംഗ് അപ്പ് എക്സസൈസ് ചെയ്തിട്ട് യോഗ ചെയ്യാറുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് ഹാൻഡ്സിൻ്റെയും ഫിംഗേഴ്സിൻ്റെയും സ്ട്രെച്ച് ചെയ്യാൻ നോക്കാം. സോ ബ്രീത്ത് ഇൻ ആൻഡ് ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചിട്ട് ലെറ്റ്സ് ഡു ജസ്റ്റ് ഷേക്കിംഗ് ദ ഫിംഗേഴ്സ്. വെറുതെ ഇങ്ങനെ ഇട്ട് വിറപ്പിക്കുക. ഇത് കുറച്ച് നേരം ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെ കൈയിൻ്റെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം ആംഗിൾസിന്. അതിനുശേഷം മുഷ്ടി ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. സോ 1 2 3 4 5 തിരിച്ച് 1 2 3 4 5. നമ്മുടെ ഫിംഗേഴ്സിൻ്റെ എക്സസൈസിൻ്റെ. ഇനി നമുക്ക് കാലിൻ്റെ ചെയ്യാം. കാലിൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലിങ്ങനെ നിർത്തി വെച്ചിട്ട് കാലിൻ്റെ ആംഗിൾസും ഫീറ്റും അത് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും വെക്കുക. ഇത് കുറച്ച് പ്രാവശ്യം ആക്കി കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫിംഗേഴ്സില്ലേ, ടോ നെയിൽസ്, അതിനെങ്ങനെ ഒന്ന് അമർത്തി ഒരു ഫിംഗർ മസാജ് പോലെ കൊടുക്കുക. ഇത് 2 എണ്ണം ചെയ്ത ശേഷം പിന്നെ 3 ടൈം ഒരു ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ 3 ടൈം ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. സെയിം തന്നെ അടുത്ത ലെഗും. സോ 1 2 1 2 1 2 ഫിംഗർ മസാജ്. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നെക്ക് വാമപ്പാണ്. സോ നെക്ക് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സൈഡിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിടുക, നേരെ വരിക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇത് ഒരു 3 പ്രാവശ്യം ചെയ്യുക. ഇത് സെയിം തന്നെ ബാക്കിലും ഫ്രണ്ടിലേക്കും ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, പുറകിലേക്ക് നോക്കുക, ബ്രീത്ത് ഔട്ട്, മുന്നിലേക്ക്, ബ്രീത്ത് ഇൻ, പുറകിലേക്ക്, ബ്രീത്ത് ഔട്ട്, മുന്നിലേക്ക്. ഇനി ലാസ്റ്റ് നെക്ക് റൊട്ടേഷൻ ഒരു ഫുൾ സർക്കിൾ എടുക്കുകയാണ്. സോ ഗോയിങ് ഇൻ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യും. തിരിച്ച് വരുമ്പോൾ അതായത് ഈ ഷോൾഡറിൽ നിന്ന് ബാക്കിൽ കൂടെ പോയി ഈ ഷോൾഡർ വരെ എത്തുന്ന വരെ ബ്രീത്ത് ഇൻ, താഴ്ന്ന് ഈ ഷോൾഡറിൽ നിന്ന് ഈ ഷോൾഡറിലേക്ക് എത്തുന്ന വരെ ബ്രീത്ത് ഔട്ട്. അത് 3 പ്രാവശ്യം ക്ലോക്ക് വൈസും 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യണം. സോ ലെറ്റ് സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ, സ്ലോലി ചെയ്താൽ മതി. ബ്രീത്ത് ഔട്ട്, breathe in, breathe out, breathe in, breathe out. Ni anti-clockwise. Breathe in, breathe out. ട്രെയിനിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഇത് കണ്ടിന്യൂ ചെയ്യാം 3 പ്രാവശ്യം. ഇനി നമുക്ക് ഷോൾഡർ സ്ട്രെച്ചിലേക്ക് പോവാം. അപ്പോൾ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കൈകൾ രണ്ടും ചുമലിൽ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇത് ബ്രീത്ത് ഇൻ, ഇതിവിടെ മുട്ടിക്കുക, ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, breathe in, breathe out, breathe in and breathe out. ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ എക്സസൈസ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ലാറ്ററൽ, ഈ സൈഡിൻ്റെ ഉള്ള ഒരു എക്സസൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കൈകളും ഇങ്ങനെ മുട്ടിലായിട്ട് പിടിക്കുക. ഞാൻ വേണമെങ്കിൽ ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കാം. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ 2 മുട്ടിലായിട്ട് പിടിക്കുക. ദെൻ ബ്രീത്ത് ഇൻ ആൻഡ് ഗോ ടു വൺ സൈഡ്. Hold there. You can breathe in and breathe out. Breathe out and come back. ശ്വാസം എടുത്തുകൊണ്ട് ഒരു സൈഡിലേക്ക് പോവുക.
ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. വൺ മോർ ടൈം. ശ്വാസം എടുത്തുകൊണ്ട് സൈഡിലേക്ക് പോയി, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരുന്നു. അതർ സൈഡ്. ശ്വാസം വിട്ടുകൊണ്ട് ഈ സൈഡിലേക്ക് പോയി, ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ദെൻ റിലാക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഹിപ്പ് റൊട്ടേഷനാണ്. സോ ഹിപ്പിൻ്റെ ഈ ഭാഗത്തെ പേശികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കൈയും രണ്ട് സൈഡിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ക്ലോക്ക് വൈസ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക. സോ ഇൻഹേൽ ചെയ്യുക, ബാക്കിൽ കൂടെ പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എക്സേൽ ചെയ്യുക. സോ ലെറ്റ്സ് ഡു. ഇൻഹേൽ, exhale, inhale and exhale. One more time. Inhale and exhale. Anti-clockwise. Inhale and exhale. Inhale and exhale. Inhale and exhale. സോ ഇതാണ് ഹിപ്പിൻ്റെ ഉള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വീണ്ടും ഹിപ്പിനും ബാക്കിനും കൂടിയുള്ളതാണ് ട്വിസ്റ്റിംഗ് എക്സസൈസ് ആയിട്ട്. സോ അതിൽ നമ്മൾ ഇൻഹേൽ ആൻഡ് ഹാൻഡ് സ്ട്രെയിറ്റ്, എക്സേൽ ആൻഡ് ട്വിസ്റ്റ്. ലെഗ് കുറച്ച് അപ്പാർട്ടായിട്ട് വെക്കണം. സോ നമ്മുടെ ലെഗ് ഫ്രണ്ട് ഭാഗം തിരിയുന്നില്ല, ഓൺലി ബോഡി ഈസ് ടേണിംഗ് ബാക്ക്. മുൻവശം തിരിയുന്നില്ല, ബാക്ക് മാത്രം തിരിയുന്നു. ശ്വാസം എടുക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വരിക. ശ്വാസം വിട്ടുകൊണ്ട് അതർ ഭാഗത്തേക്ക് നോക്കുക. സോ ഇതിലും ഫ്രണ്ട് ബോഡി ഫ്രണ്ടിലേക്ക് തന്നെയാണ്, ഓൺലി ഈ നടുവിലുള്ള ഭാഗമാണ് തിരിഞ്ഞിട്ടുള്ളത്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ. ലാസ്റ്റ് റൗണ്ട്. ഇൻഹേൽ ആൻഡ് എക്സേൽ. Inhale and exhale and relax. ഇനി നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് വിത്ത് ഹാൻഡ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ഷോൾഡറിനും ഈ ഹാൻഡ്സിൻ്റെ ഷോൾഡർ മുതൽ ഹാൻഡ്സ് വരെയുള്ള ഭാഗങ്ങൾ, അത് ഇത്രയും ഭാഗത്തിൻ്റെ സ്ട്രെച്ചിങ് ഉള്ള തന്നെയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ വിരലുകൾ കോർത്ത് പിടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഇൻഹേലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. എക്സെയിൽ ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്തിട്ട് കൈയിനെ തിരിച്ചു കൊണ്ടുവരണം. സെയിം വേ ഇൻഹേൽ, പിന്നെ എക്സേൽ ചെയ്യുമ്പോൾ കൈനെ മറച്ചു കൊണ്ടുവരണം. ഇതാണ് വൺ റൗണ്ട്. സോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, തിരിച്ചുകൊണ്ട് പുറത്തേക്ക് വിടൂ. ഇത് നിങ്ങൾക്ക് 3 to 5 times എവറി ഡേ ചെയ്യാം. സെക്കൻഡ് സ്ട്രെച്ച് എന്ന് പറയുന്നത് ഫോർവേഡ് ആയിരുന്നു സ്ട്രെച്ചിങ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക്വേർഡ് സ്ട്രെച്ചിങ്, പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണ്. അപ്പോൾ കൈയിൻ്റെ ഇരുവശവും ഈ ബാക്കിലും നമുക്കൊരു സ്ട്രെച്ച് വരും. അതിന് വേണ്ടിയിട്ട് ആദ്യം കൈകൾ ഇവിടെ കൂട്ടിപ്പിടിക്കുക ഫ്രണ്ടിൽ. ദെൻ ഇൻഹേൽ ആൻഡ് ഗോ ബാക്ക്. ഏറ്റവും പിന്നിലേക്ക് എത്ര പോകാൻ പറ്റുമോ അത്രയും പോവുക. ഇത് ഇൻഹേൽ ചെയ്തുകൊണ്ടാണ്, ഹോൾഡ് ചെയ്യാണ് ഞാൻ ബ്രീത്തിനെ ഇവിടെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കുള്ള ശ്വസനം ചെയ്യാം. ദെൻ എക്സേൽ ആൻഡ് കം ബാക്ക് ടു ദ പൊസിഷൻ. സോ ഇത് ചെയ്യുമ്പോൾ സൈഡ് വേസിൽ കാണിച്ചു തരാം. ഇൻഹേൽ and stretch as much as possible. Exhale and come back. ഇനി തേർഡ് സ്ട്രെച്ചിങ് ഉള്ളത് ബാക്ക് പുള്ളിങ് ആണ്. അപ്പോൾ നമ്മൾ കയ്യ് ഇങ്ങനെ കോർത്ത് പിടിക്കുക ബാക്കിൽ. എന്നിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ ഷോൾഡറും കഴുത്ത് മുകളിലേക്കും ഷോൾഡർ താഴത്തേക്കും ഈ കൈയിനെ താഴേക്ക് പുള്ളും ചെയ്യണം. സോ ലെറ്റ്സ് ഡു 3 times. ഇൻഹേൽ, inhale, exhale. എന്നുള്ളത് നമ്മളുടെ ബാക്കിലും ഈ സൈഡിലുള്ള ഇവിടെയൊക്കെയുള്ള മസിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സെയിം പോലെ തന്നെയാണ്. നിങ്ങൾ ഹാൻഡ് ബാക്കിൽ ഹോൾഡ് ചെയ്യുക. ഞാൻ സൈഡ് വേ കാണിച്ചു തരാം. എന്നിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കൈ നിങ്ങൾക്ക് എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തുക. നിങ്ങളുടെ കംഫർട്ട് ലെവലിന് മാത്രമേ ഉയർത്താൻ പറ്റുള്ളൂ. കൈവേദന ഉണ്ടെങ്കിൽ ചിലർക്ക് ഇത്രേ വരുന്നുണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് ഇത്ര വരും. സോ പല ആംഗിൾസിലായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സോ വാട്ട് എവർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ
അതേപോലെ അത്ര നിങ്ങൾ ചെയ്താൽ മതി. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇൻഹേൽ. ശരീരം മുന്നിലേക്ക് വളയരുത്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഹാൻഡ് എത്രത്തോളം പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം പുറകിലേക്ക് കൊണ്ടുവരിക. എക്സേൽ ആൻഡ് കം ബാക്ക്. ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കാം. ഇൻഹേൽ. ശരീരം മുന്നിലേക്ക് വളയരുത്, എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. എക്സേൽ ആൻഡ് കം ബാക്ക്. ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ 2 ഫീറ്റ് അകലത്തിൽ നിൽക്കണം. എന്നിട്ട് കൈകൾ നേരത്തെ നമ്മൾ കോർത്ത് പിടിച്ച പോലെ ബാക്കിലേക്ക് കോർത്ത് പിടിക്കണം. അതിനുശേഷം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ മുകളിലേക്ക് ആക്കിയിട്ട് എക്സേൽ ചെയ്യുമ്പോൾ ചിന്ന നെഞ്ഞത്ത് തൊടണം, ടമ്മി ഇന്നാക്കണം. പിന്നെ എത്ര ഫോർവേഡ് ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫോർവേഡ് ബെൻഡ് ചെയ്യുക, കൈ പൊക്കുക. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ 5 ടൈംസ് ചെയ്യേണ്ടതാണ് കേട്ടോ. സോ ഇൻഹെയിൽ, എക്സേൽ. Inhale and relax. Exhale. Sideways ഒന്നും കൂടി കാണിക്കാം. സെയിം 2 ഫീറ്റ് നിൽക്കുക, സ്ട്രെയിറ്റ്. ഇൻഹേൽ, exhale, chill down, tummy in and as much as possible to down. Exhale and come back. ഹൈപ്പർടെൻഷനോ ഹാർട്ടിൻ്റെ പ്രോബ്ലമോ വെർട്ടിഗോ പ്രോബ്ലം ഉള്ളവർ ഈ ലാസ്റ്റ് എക്സസൈസ് ചെയ്യരുത്. നിങ്ങളുടെ കംഫർട്ട് ലെവലിൽ മാത്രം എല്ലാ എക്സസൈസും എല്ലായ്പ്പോഴും ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങൾക്കും കിട്ടി. ഇനി ലെഗ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. സോ ഇൻഹേൽ ചെയ്തിട്ട് ഹാൻഡ് സ്ട്രെയിറ്റ് ആക്കുക. എക്സേൽ ചെയ്തിട്ട് ലെഗ്സ് ബാക്കിൽ നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് വരെ കിക്ക് ചെയ്യുക. സോ ഇൻഹേൽ അപ്പാണ്, ഇൻഹേലിൽ ലെഗ് ഇങ്ങനെ പോവും. എക്സേൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പിലേക്ക് വരും. ഇത് 2 കാലിലും 5 പ്രാവശ്യം ചെയ്യണം. സോ ഞാൻ ഇൻഹേൽ എക്സേൽ പറയുന്നില്ല, 1 2 3 4 5 എന്നേ പറയുള്ളൂ. സോ ഓരോന്നും ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്യണേ. ഓരോന്നും ഇൻഹേൽ ചെയ്യുമ്പോൾ കാല് ബാക്കിലേക്ക്, എക്സേൽ ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് കിക്ക് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. 1, other leg, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് നിങ്ങൾക്ക് എത്ര കാലം ഉയർത്താൻ പറ്റുമോ അത്ര വെച്ചിട്ട് തുടങ്ങുക. ചിലർക്ക് ഇത്രയും മുകളിലേക്ക് പൊക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇത്ര എത്തുള്ളൂ വെച്ചാൽ അത്ര വെച്ച് തുടങ്ങുക. ആൻഡ് സ്ലോലി വിത്ത് പ്രാക്ടീസ് ഇറ്റ് ക്യാൻ ഗെറ്റ് അപ്പ് ടു ദ ഹൈറ്റ്. സോ ഇത് നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് വേസിൽ ചെയ്തു. ഇനി സെയിം എക്സസൈസ് നമ്മൾ സൈഡ് വേസിൽ ചെയ്യുന്നതാണ് അടുത്തത്. അതും നിങ്ങൾക്കിപ്പോൾ ഇത്രേ പൊക്കാൻ പറ്റുള്ളൂ വെച്ചാൽ ഇത്ര പൊക്കിയാൽ മതി. അതായത് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഫൈനലി മാത്രം സപ്പോർട്ടില്ലാണ്ട് ഇത്രയും ഹൈറ്റിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി. സോ അതിന് സെയിം വേ കൈകൾ രണ്ടും 2 ഭാഗത്തേക്ക് നിവർത്തി വെക്കുക. ഇൻഹേൽ ചെയ്തിട്ട് ഏത് ഭാഗത്താണോ ചെയ്തത് അവിടത്തേക്ക് നോക്കുക. എക്സേൽ ആൻഡ് കിക്ക് ടു ദ ടോപ്പ്, തിരിച്ചു വരിക. അതേപോലെ നെക്സ്റ്റ് സൈഡിലും ഇൻഹേൽ, എക്സേൽ. ഓപ്സ്. സോ ഇതാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് 10 ടൈംസ്, അതായത് 5 ടൈംസ് ഈച്ച് 2 ഭാഗത്തും ചെയ്യണം. സോ ലെറ്റ് സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ഞാൻ നമ്പർ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. സപ്പോർട്ട് വേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ഇത്രേ പറ്റുന്നുള്ളൂ വെച്ചാൽ ഇത്ര ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഒരു ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ബോഡി പാർട്സിനും ഇപ്പോൾ ഒരു എക്സസൈസായി. ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ എക്സസൈസുകളും നിങ്ങൾക്ക് 3 to 5 ടൈംസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഓരോ സെറ്റും ഒരു 5 എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഈ ആഴ്ച മുഴുവനും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് യോഗിക് ജോഗിങ്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും എക്സസൈസ് ചെയ്യാൻ മടിക്കും, പുറത്ത് ഓടാൻ പോകാൻ മടിക്കും. അങ്ങനെയുള്ള കാരണം മഴയാണ്, തണുപ്പാണ്, അങ്ങനെ പല പല കാരണങ്ങളും പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് ജോഗ് ചെയ്യാൻ പറ്റുന്നതാണ് യോഗിക് ജോഗിങ്.
ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്, നമ്മൾ സൈഡിൽ ഇങ്ങനെ നമ്മൾ എവിടെയാണോ നിൽക്കുക അവിടെ നിൽക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇൻഹേൽ ആൻഡ് ടച്ച് ദ ആൻഡ് എക്സെയിൽ. അപ്പോൾ ഒരെണ്ണം ഇൻഹേലും ഒരെണ്ണം എക്സെയിലും. ഇതാണ് ഒരു റൗണ്ട് ആവുക. സോ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഞാനിത് 5 റൗണ്ട്സ് കഴിഞ്ഞു. ഇങ്ങനെ ഒരു 30 റൗണ്ട്സ് 30 റൗണ്ട്സ് വരെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിറ്റിംഗ് സ്ട്രെച്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഈ സിറ്റിംഗ് സ്ട്രെച്ചസിൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഇരിക്കുക, 2 കാൽപാദങ്ങളും കൂട്ടി വെച്ചിട്ട് ഇതിനെ എത്രത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റണോ അത്രത്തോളം ശരീരത്തിൻ്റെ അടുത്തേക്ക് ഇത് എത്തിക്കുക. ഇനി നമ്മൾ ഈ ചിത്രശലഭങ്ങളുടെ വിങ്സ്, ബട്ടർഫ്ലൈ വിങ്സ് എന്നാണ് പറയുക, അതുപോലെ ഇങ്ങനെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ ഹിപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാവും. പിന്നെ പത്മാസനത്തിലിരിക്കാനും പിന്നെ പല ആസനാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ചെയ്തിട്ട് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു മെത്തേഡ്, ഇപ്പം നമ്മൾ ഒരു കാല് ഇങ്ങനെ വെച്ചു, മറ്റേ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. ഇതിനെ മാക്സിമം നിലത്തേക്ക് അമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഫുള്ളായിട്ട് അമുങ്ങി ഇരിക്കുന്നുണ്ട്. സെയിം വേ ദ അതർ ലെഗും. പിന്നെ നമ്മൾ ഇവിടുന്ന് മാക്സിമം ഈ കാലിലേക്ക് പിടിക്കാൻ നോക്കാം. എന്നിട്ട് എത്രത്തോളം കമിഴാൻ പറ്റുന്നോ അത്രയും ചെയ്യാം. ഇത് ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ്. ഇതൊരു ആസന കൂടിയാണ്, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇത് നമ്മൾ ജസ്റ്റ് സ്ട്രെച്ചിങ് ആയിട്ട് പിടിക്കുന്നതാണ്. ഇതും ഒരു 2-3 പ്രാവശ്യം ചെയ്യുക. 2 കാലിലും ചെയ്യേണ്ടതാണ്. മറ്റേ കാലിലും ഒന്നും കൂടി കാണിക്കാം. സോ ഇവിടെ ഇത് മാക്സിമം പ്രസ് ചെയ്തിട്ടാക്കുക. പിന്നെ 2 കൈകൾ കൊണ്ടും പിടിക്കാൻ ശ്രമിക്കുക. മാക്സിമം 1 മിനിറ്റെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കാം. നിങ്ങളുടെ ഇവിടെ ഒരു വലിവ് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. തേർഡ് എക്സസൈസ്, നമ്മൾ 2 കാലും മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പരത്തി വയ്ക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പരത്തി വയ്ക്കുക. ദെൻ ഇതും നമ്മളുടെ ഇവിടെയുള്ള തൈസിൻ്റെ, ഇന്നർ തൈസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പിന്നെ ഹിപ്പ് ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ളതാണ്. മാക്സിമം നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം മുന്നിലേക്ക് വരാൻ പറ്റുമോ അത്രത്തോളം വാക്ക് ചെയ്യുക. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ ഇത്രയും വാക്ക് ചെയ്താൽ മതി. ഇനി കൂടുതലാവുമ്പോൾ യു ക്യാൻ ലേ ഡൗൺ ഓൺ ദാറ്റ്. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. സോ എല്ലാവരും ഇവിടെ ഇങ്ങനെ വാക്ക് ചെയ്ത് കൈ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന അത്രയും വാക്ക് ചെയ്താൽ മതി. ഇതാണ് 3 സിറ്റിംഗ് എക്സസൈസായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ലാസ്റ്റത്തെ സിറ്റിംഗ് എക്സസൈസ്, ഇത് നമ്മൾ റോക്ക് ബേബി എന്ന് പറയും. ഇതും നമ്മളുടെ ഹിപ്പ് ഓപ്പണിങ്ങിനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സംവാദത്തിൽ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കാലെടുത്തിട്ട് നമ്മുടെ ഈ കൈയിൻ്റെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇതൊരു കുട്ടീനെ ആട്ടണ പോലെ ഇതിന് ഈ ഭാഗത്തിന് ഇങ്ങനെ ഇരുന്ന് ഇതിനെ റോക്ക് ബേബി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനൊന്ന് കൂടുതൽ ചെസ്റ്റിലേക്ക് അമർത്താം. ഒരിക്കൽ കൂടി വീണ്ടും റോക്ക് ബേബി ചെയ്യാം. ബേസിക്കലി ബേബീനെ ആട്ടുകയാണ്, പിന്നെ ബേബിക്ക് ഉമ്മ കൊടുക്കുകയാണെന്നാണ് അതിൻ്റെ ഒരു ഇതാക്കിയിട്ട് ജസ്റ്റ് എളുപ്പത്തിൽ ഓർമ്മ വയ്ക്കാനുള്ളത്. സെയിം തന്നെ അടുത്ത ലെഗിലും ചെയ്യാം. സോ കാലിന് ഇങ്ങോട്ട് വെച്ചു, സെയിം. ഇത് ഹിപ്പ് വൈഡനിങ്ങും പിന്നെ സ്റ്റൊമക്ക് കുറയാനും എല്ലാം സഹായിക്കും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഫ്രം ടോ ടു ദ ഹെഡ് വരെയുള്ള എല്ലാവിധ എക്സസൈസുകളും ഇതിൽ ഉൾപ്പെടുത്തി. എല്ലാ ശരീരഭാഗങ്ങൾക്കും സ്ട്രെച്ച് കിട്ടാൻ സഹായിക്കും. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. ഈ വാർമിംഗ് അപ്പ് എക്സസൈസ് കൊണ്ട് ഇതെല്ലാം ഗുണങ്ങളാണ്. സോ അടുത്ത ആഴ്ച ഞങ്ങൾ ഇത് തന്നെ ഒരു നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പാകത്തിന് വിത്തൗട്ട് എക്സ്പ്ലനേഷനൊന്നും ഇല്ലാണ്ട് ഒരു ജസ്റ്റ് ഡു അലോങ് ആയിട്ട് ചെയ്യുന്നതാണ്. മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ ഗുരു പണ്ഡിറ്റ് രാധേശ്യാം മിശ്രാജി ഓഫ് ഉജ്ജയിൻ യോഗ ലൈഫ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, support and like my channel. See you soon.